നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ചിത്തിര നക്ഷത്രക്കാരുടെ ഈ വേഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, ബമ്പായം. അപ്പോൾ ചിത്തിര നക്ഷത്രത്തിന് 2 കൂറുണ്ട്. കന്നിക്കൂറും പകുതി തുലാക്കൂറുമാണ്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് വേഴൻ 11-ലും 12-ലുമാണ് ഈ വേഴമാറ്റത്തിൽ ഉള്ളത്. അപ്പോൾ 11-ൽ വേഴം വരുന്നത് കൊള്ളാം, ഭയങ്കര ഭാഗ്യമാണ്. 2026 6-ാം മാസം 2-ാം തീയതി മുതലാണ് വേഴൻ 2027 6-ാം മാസം 26-ാം തീയതി വരെ കർക്കിടക രാശിയിലാണ് വേഴൻ മാറിയും. കാരണം 2026 6-ാം മാസം മുതൽ 2026 10-ാം മാസം വരെ ഈ വേഴൻ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്ക് വരും. വീണ്ടും 2027 6 വരെ നമുക്കത് കർക്കിടകൻ രാശി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വേഴത്തിൻ്റെ മാറ്റം കന്നിക്കൂറുകാർക്ക് 11-ൽ വേഴം നിൽക്കുന്ന ഘട്ടമായതുകൊണ്ട് വളരെ നേട്ടങ്ങൾ കിട്ടും. 11-ൽ വേഴം നിൽക്കുമ്പോൾ സർവാഭീഷ്ടാകും, എന്ത് കാര്യം ആഗ്രഹിച്ചാലും നേടിക്കിട്ടും. ജ്യേഷ്ഠന്മാരെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും സഹചാരികളെ കൊണ്ടും നന്മകളും സന്തോഷവും സാമ്പത്തിക നേട്ടങ്ങളും കിട്ടും. അർത്ഥലാഭം, സർക്കാർ, കോടതി, അധികാരികളിൽ നിന്നും പ്രീതി, സഹായമൊക്കെ കിട്ടും. എല്ലാ ലാഭങ്ങളും സുഹൃതങ്ങളും ധനാഗമങ്ങളും ഒക്കെ കിട്ടും. ഈശ്വര ചൈതന്യം വർദ്ധിക്കും. വേഴം 11 നിൽക്കുമ്പോൾ ഹൃദയാരോഗ്യം, ആയുസ്സും ആരോഗ്യമൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അപകടങ്ങൾ, മരണങ്ങൾ, അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് പോലും ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മരണകണ്ഠികളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ പറ്റും. 2 ദിഷണി അനുകൂലെ പ്രായോ അനുകൂലാക്ക സകലാശ ദേവ. അങ്ങനെ നമുക്ക് തീർത്ഥാടനങ്ങൾ നടത്താൻ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ, അതേപോലെ അമ്പലങ്ങളിലും ദേവകാര്യങ്ങളിലും വിശ്വാസം വർദ്ധിക്കാൻ, ക്ഷേത്ര നിർമ്മാണം, പുനരുദ്ധാരണം, പൂജ, മന്ത്രതന്ത്രാദികളൊക്കെ ചെയ്ത് ദൈവികപരമായിട്ടുള്ളതും ആത്മീകപരമായിട്ടുള്ളതുമായ നേട്ടങ്ങളും ഭാഗ്യ ഐശ്വര്യങ്ങളും കിട്ടാൻ, ഗുരുക്കന്മാരുടെ പ്രീതി, ആശ്രമകർമ്മങ്ങൾ, അമ്പലക്കാർ നോക്കി നടത്തുന്നതിനുള്ള യോഗം, വീടും വസ്തുവും ധനവും പണവും ഒക്കെ കിട്ടാനുള്ള യോഗം. സന്താനകാരകനാണ് വേഴൻ. അങ്ങ് ദേശിൽ പുത്രാംഗ സൗഖ്യം സുരഗുരു എന്നാണ്. അപ്പോൾ സന്താന സൗഖ്യവും ബുദ്ധിശക്തിക്ക് വർധനയും ആരോഗ്യവും സൗന്ദര്യവും തേജസ്സും മന്ത്രത്വവും അധികാരവും ഒക്കെ കിട്ടുന്ന സമയമാണ് വേഴൻ 11 നിൽക്കുന്ന സമയം. അങ്ങനെ പിച്ചക്കാർ പോലും സമ്പന്നരാകുമെന്നാണ് ജാതകത്തിൽ 11-ൽ വേഴൻ എന്ന എന്നാണ് സധനം, നല്ല പൈസ കിട്ടുമെന്നാണ്. അപ്പോൾ വലിയ ലാഭങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. കൂടാതെ വേഴം 11 നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടണമെന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാലും കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ പറയുന്ന സമയത്ത് നേടി ജയിക്കാൻ പറ്റും. ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പോയാലും വിജയിക്കും. പഴയ കാലത്തെ പൂർവികമായിട്ടേ ഉള്ള പൂർവിക വസ്തുക്കൾ, സ്വത്തുക്കൾ, ധനങ്ങൾ ഇതൊക്കെ കിട്ടും. വലിയ കേസുകളുമായിട്ട് വസ്തുവിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും അവസരത്തിന് വേണ്ടിയൊക്കെ കേസും വഴക്കുമായിട്ട് നടക്കുന്നവർക്ക് ചെറിയ ഒരു അഭിപ്രായം കൊണ്ട്, ഒത്തുതീർപ്പ് കൊണ്ട് തന്നെ വലിയ നേട്ടങ്ങളും നമുക്ക് കേസിലും വഴക്കിലും കാര്യങ്ങളിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആരോടും വിരോധം കാണിക്കാതെ ഒതുങ്ങി ജീവിക്കുന്നവരാണെങ്കിലും ഇവർ വാശിക്ക് ഇത്തിരി മിടുക്കരാണ്. ആ വാശി ഒന്ന് കളഞ്ഞാൽ മതി, ജീവിതം നന്നാവും, കുടുംബജീവിതവും നന്നാവും. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് നല്ല നേട്ടങ്ങൾ കിട്ടും. 2026 6-ാം മാസം മുതൽ 10-ാം മാസം വരെ വേഴൻ കന്നിക്കൂറുകാർക്ക് 12-ലേക്ക് ഇനി പോകും. 12-ാം വേഴം ഭയങ്കര ദോഷമാണ്. കാരണം പാപം, വയ്യഞ്ച പതനം. പാപം എന്ന് വെച്ചാൽ ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്യാനും പറയാനും ഒരു മടിയും കാണൂല. പാപം എന്ന് വെച്ചാൽ ആരെങ്കിലും മരിച്ചാലും നമ്മൾ നിമിത്തം മരിച്ചെന്നേ പറയൂ. അതുകൊണ്ട് ആരുടെയും ഉപദേശവും വേണ്ട, ഉപദ്രവവും വേണ്ട. പ്രത്യേകിച്ച് മക്കളുടെ വഴക്കിന് പോകരുത്. സന്താനങ്ങൾ കലവിച്ചും മരിച്ചും ഒക്കെ പോവാൻ യോഗമുള്ള സമയമാണ്. പിള്ളേർ പഠിക്കണില്ല, പറഞ്ഞാൽ കേൾക്കുള്ളത് കൊണ്ട് അവത്തിങ്ങള കുതിര കയറാനൊന്നും പോകല്ലോ. മക്കൾക്ക് വേണ്ടത് ചെയ്തോ, ഇഷ്ടമുള്ളത് ചെയ്തോ. അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നണം മക്കളെ എന്ന് പറ. ചിലപ്പോൾ അവർ നിങ്ങളുടെ സ്നേഹം കൊണ്ടെങ്കിൽ അതനുസരിക്കും. വാശി അക്രമം കാണിച്ച അവത്തുങ്ങൾ പറയും, നിങ്ങളാരും നോക്കാം, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും.
പിന്നെ വഴക്കായി, അടിയായി, ഓടക്കായി, പൈസ തരൂലെന്നായി, സ്നേഹിക്കൂലെന്നായി, ഒരു ബന്ധമില്ലെന്നായി. എന്തിന് കുടുംബത്തിൽ അടി അക്രമമൊക്കെ ഉണ്ടാക്കിയുള്ള സ്വസ്ഥതകളാണ്. പണ്ടൊക്കെ ആണെങ്കിൽ 9ഉം 10ഉം മക്കളുള്ള വീടാണ്. ഒറ്റം കലവിച്ചു പോയാലും ചത്തുപോയാലും അച്ഛനമ്മമാർക്ക് വലിയ ആഘാതമൊന്നുമില്ല. അന്നൊന്നും ഒരു മുറിമുറിയും ഒക്കെയാണ് ഉള്ളത്. എന്തെങ്കിലുമൊക്കെ തട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം പ്രയാസപ്പെട്ടിട്ട് നമുക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് പിള്ളേരുടെ ഇഷ്ടത്തിനും കൂടി ജീവിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം. അതേപോലെ വീടും സ്ഥലമൊക്കെ വിൽക്കണമെന്ന് തോന്നും, പൂർവിക വസ്തുക്കൾ വിൽക്കണമെന്ന് തോന്നും, എന്നിട്ട് പുതിയ ചില വസ്തുക്കൾ വാങ്ങിക്കണമെന്ന് തോന്നും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എങ്കിലും വീണ്ടും വേഴം നമുക്ക് 2027 6 മാസം വരെ 11 വരെ. അപ്പോൾ വീണ്ടും വിവാഹം, കുടുംബസൗഖ്യം, ബന്ധുഗുണം, ജീവിത നേട്ടങ്ങൾ, സമ്പത്ത്, സന്തതി, ഐശ്വര്യം ഇതൊക്കെ കിട്ടും. അതുകൊണ്ട് ഇടയ്ക്ക് മാത്രം നമുക്കൊരു 6 മാസം മുതൽ 10 മാസം വരെ കുരുക്കുള്ളത് വണ്ടി ഓട്ടിക്കുന്നത്, പൈസ ഇടപാടുകൾ, പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ടെൻഷനായിട്ടൊക്കെ തോന്നും. ഒരു ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കും, ജോലി കിട്ടും. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് പീരീഡിൽ തന്നെ നമുക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളായിട്ട് തോന്നിയാൽ എനിക്ക് ജോലി വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് വരരുത്. ചിലപ്പോൾ അങ്ങനെ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഒരുപാട് പണികൾ ചെയ്തു. പ്രൊമോഷൻ കിട്ടിയപ്പോഴാണ് അയ്യോ അത് ദൂരം കൂടിപ്പോയി, ജോലി ഭാരം കൂടിപ്പോയി, ടാർഗറ്റ് കൂടിപ്പോയി, അയ്യോ അതെന്നെ കൊണ്ട് പറ്റൂല എന്ന് തോന്നി എടുത്ത് കളയരുത്. നിങ്ങൾ വഴിയാതിരുന്ന ആര് നിങ്ങളുടെ കീഴ് ഉദ്യോഗസ്ഥന്മാരുടെ പറഞ്ഞാൽ അവരെല്ലാം ചെയ്തോളും. നമുക്ക് മാത്രം ചെയ്ത് എല്ലാം കൂടെ നമ്മളെടുത്ത് മറിക്കാൻ പറ്റണില്ല എന്ന് തോന്നി ടെൻഷൻ അടിക്കുന്നത്. കൂടെ ഇരിക്കുന്നവരിലൊക്കെ പറഞ്ഞാൽ അത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് എന്നു സഹായിച്ച് നമുക്ക് നല്ല രീതിയിൽ ടീമായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കാര്യങ്ങളും നമുക്ക് വിജയിക്കാൻ പറ്റും. അങ്ങനെയാണ്. എറുമ്പിനെ കണ്ടു പഠിക്കണം. ഒരു സാധനം ഒറ്റയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ കുടുംബത്തിൽ പോയി എല്ലാ എറുമ്പിനെയും വിളിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് ചുവന്ന് കാര്യങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നത് പോലെയാണ് കാര്യം. അത് പറ്റും. തുലാക്കൂറുകാർക്ക് പേടിക്കേണ്ട. ചിത്തിരയ്ക്ക് വേഴൻ 10 വരെയാണ്, അത് കഴിഞ്ഞാൽ 11. ഈ 2 കൊല്ലം ഇവരുടെ ജീവിതത്തിൻ്റെ സുവർണകാലമാണ്. 10 വേഴം വരുമ്പോൾ ദേവാലയ, നഗരസഭ, മാർഗാലയദാസ സർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനീയം ഹീ ദശമേന. ദേവാലയം വയ്ക്കാനും വീട് വയ്ക്കാനും ഒക്കെ ഉള്ള യോഗം. നഗരസഭ എന്ന് വെച്ചാൽ നഗരസഭ തന്നെ. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി അധികാരികൾ, ഉന്നത വ്യക്തികളിൽ നിന്നും ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ നമുക്ക് വേണ്ട സഹായങ്ങൾ കിട്ടും. അങ്ങനെ പൈസയും അധികാരവും അംഗീകാരവും സ്നേഹ ബഹുമാനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ മാർഗം വഴിവെട്ടിക്കാനുള്ള യോഗം. വഴി എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ ചെറിയൊരു കുരുക്ക് വഴിയേ ഉള്ളൂ. അതൊന്ന് നന്നാക്കണമെന്ന് നമ്മളൊരു കമ്മിറ്റിയിലാ അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് നല്ലൊരു റോഡ് തന്നെ വെട്ടാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും റോഡ് വേണം, സ്ഥലം കൊടുക്കാൻ മനസ്സില്ല. നല്ലൊരു റോഡുള്ള വസ്തുവിനും വീട്ടിനും അതിൻ്റേതായ ഐശ്വര്യവും വിലയും കിട്ടും. ചെറിയ ഞുണുക്ക് വഴി കൂടെ പോകണവർക്ക് ഒരു ഗതിയും കിട്ടാതെ ബുദ്ധിമുട്ടും. ഒരു വണ്ടി അങ്ങോട്ട് പോയാൽ ഒരു വണ്ടി ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നിങ്ങൾ നല്ല വഴിയെങ്കിലും ഉണ്ടാക്കി അതിനിപ്പം വിചാരിച്ചാൽ പറ്റുന്ന സമയമാണ്. അങ്ങനെ മാർഗാലയം, വീട് വയ്ക്കാൻ യോഗം. സർവകർമാണി എന്ന് വെച്ചാൽ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും ആ കാര്യങ്ങൾ നമുക്ക് വിജയിച്ച് നേടാൻ പറ്റും. അതേപോലെ ഞാൻ ഒരു ബിസിനസ് തുടങ്ങട്ടെ, ഏജൻസി തുടങ്ങട്ടെ, വിജയിക്കാൻ പറ്റൂ, നേടാൻ പറ്റും ചോദിക്കേണ്ട. പ്രവർത്തിച്ചാൽ നമുക്ക് വിജയിച്ച് നേടി ഒരു തൊഴിലാളി മുതലാളിയായിട്ട് വരാനും നല്ല അധികാരവും മെച്ചവും അംഗീകാരവും ഒക്കെ കിട്ടാനും രോഗശാന്തി കിട്ടാനും യോഗമുള്ള സമയമാണ്. കാരണം വേഴയും 10ലാണ് വരണത് തുലാക്കൂറുകാർ. 10 വരുമ്പോൾ ഗുരു ശുക്ര കേന്ദ്രകൈവ സുഖിതാഹ സത്രാതുരോ വാച. എത്ര രോഗിയായിട്ട് ചാവാൻ കിടക്കണ ഒരാളും സുഖിയായിട്ട് ഭവിക്കും. കൂടാതെ സ്വച്ഛസ്ഥിതേ ദേവഗുരു ഭൃഗൂർവാ ചന്ദ്രേണ യുക്ത യതി ലഗ്ന സംസ്ഥ പ്രീതിം വദേ ദേവജന സമസ്താൻ പക്ഷേണ ലാഭസ്യ ചതുഷ്പദാനാം. ക്ഷേത്രത്തിലോ ഉച്ചത്തിലോ ദേവഗുരുവായ വേഴനോ ഭൃഗു ശുക്രനോ വരികയും ചന്ദ്രേണ യുക്ത, ചന്ദ്രൻ്റെ രാശിയിലോ ചന്ദ്രനുമായിട്ട് നിൽക്കുകയും ചെയ്യും ജീവിത പ്രീതിയും വധേ. പ്രീതി കൊണ്ടെന്ന് പറയണം. ആരെ പ്രീതി? ദേവജനാൻ സമസ്താൻ, സർവ്വദേവന്മാരുടെയും സമസ്ത ജനങ്ങളുടെയും പ്രീതി കിട്ടുമെന്നാണ്. പക്ഷേണ ലാഭസ്യ, എല്ലാ ലാഭങ്ങളും ഉണ്ട്. ചതുഷ്പദാന, ചതുഷ്പാദത്തിന് 4 ലാഭം ഉണ്ടാകും. ഇത് പലവർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം നാൽക്കാലി വെച്ചാൽ നമുക്ക് പട്ടിയും പൂച്ചയൊക്കെ എല്ലാ വീട്ടിലും 8 നാൽക്കാലികളാണ്.
മിക്ക വീടുകളിലും പട്ടിയെ മക്കളെക്കാളും സ്നേഹത്തിൽ വളർത്തുന്നു. അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നതിനേക്കാളും പട്ടിയെ സ്നേഹിക്കുന്നവരുണ്ട്. ബന്ധുക്കളെ സ്നേഹിക്കാത്തവരും പട്ടിയെ സ്നേഹിക്കും. പട്ടി മോശമുള്ളൊരു അല്ല. അപ്പം അന്ധവിശ്വാസത്തിൽ ജീവജന്തുക്കളെ വെച്ച് പ്രവർത്തിക്കുന്ന പരിപാടിയുണ്ട്. അതൊരു അന്ധവിശ്വാസമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്ധവിശ്വാസത്തിനെതിരെ സർക്കാർ നടപടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അധികാരികളുണ്ടെങ്കിലും എയർഫോഴ്സിലും ഫയർഫോഴ്സിലും മറ്റുള്ള എല്ലാ മേഖലകളും അതേപോലെ കരസേനയിലും നാവികസേനയിലും വ്യോമസേനയിലൊക്കെ പട്ടികൾ എന്തിനും ജോലിക്ക് വെച്ചിരിക്കണേ? ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പദ്ധതികളും ബോംബ് കണ്ടുപിടിക്കാനും കള്ളനെ കണ്ടുപിടിക്കാനും കുറ്റവാളിയെ കണ്ടുപിടിക്കാനും ഒരു പട്ടിക്ക് കഴിയില്ലേ? അപ്പോൾ പട്ടിയെ വച്ചും മൃഗങ്ങളെ വച്ചും ജ്യോതിഷ പ്രവചനങ്ങൾ നടത്തുന്നത് തെറ്റാണ്. അത് വലിയൊരു കണ്ടുപിടുത്തമല്ലേ, നാട്ടിൽ നടക്കുന്ന കാര്യമല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് ചതുഷ്പാത്തുക്കൾ എന്ന് പറയുമ്പോൾ ആന, കുതിര മുതലായ ജീവജന്തുക്കളെ വാങ്ങിക്കാനുള്ള ഭാഗ്യമുണ്ട്. ആനയെ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശ്രമിച്ച് ആനയെ വാങ്ങിക്കാൻ പറ്റും. കുതിരയെ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, നടക്കും. അപ്പം അങ്ങനെയൊക്കെ എല്ലാവർക്കും ഈ ആഗ്രഹങ്ങളൊന്നുമില്ല എങ്കിലും നമുക്ക് താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള നാൽക്കാലി ലാഭം, ആനയും കുതിരയും മാത്രമല്ല, പൗൾട്രി ഫാം, ഡയറി ഫാം, അങ്ങനെയുള്ള ഈ പക്ഷി മൃഗാദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകളിൽ അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ പൈസയൊക്കെ കിട്ടും. അങ്ങനെ ജോലിയും കിട്ടും, അധികാരവും കിട്ടും. എങ്കിലും ഈ ചതുഷ്പാത്തി ലാഭം പറഞ്ഞതുകൊണ്ട് ആ ഫലവും കൂടെ ഒന്ന് ബലപ്പിക്കാം. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരും. നല്ല ഭക്തിയും ദൈവികവും കച്ചവട സാമർഥ്യമൊക്കെ ഉള്ളവരാണ് ചിത്തിര നക്ഷത്രക്കാർ. തുലാക്കൂറുകാരാണ് കൂടുതലും. ഈ തുലാക്കൂറുകാർ ചിത്ര നക്ഷത്രക്കാർക്ക് മരുന്നിൻ്റെ കച്ചവടം, മയക്കുമരുന്നിൻ്റെ കച്ചവടമൊക്കെ ഉള്ളതാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറൊക്കെ നടത്തുന്നവരും സാധാരണ കാര്യങ്ങളൊക്കെ നടത്തുന്നവരും ബാർ നടത്തുന്നവരൊക്കെ ഈ കാറ്റഗറിയിൽ പെടും. എന്നും കൊണ്ട് അവർ കള്ള് കച്ചവടം നടത്തുന്ന മോശമെന്ന് പറയാൻ പറ്റൂല. നല്ല കച്ചവടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് അങ്ങനെ ബന്ധപ്പെട്ട ബിസിനസ് ഏജൻസി കോൺട്രാക്റ്റുകളിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഭക്തിയോടുകൂടി പരിഹാരം ചെയ്ത് ജപങ്ങൾ, തപങ്ങൾ, ആത്മീക ദൈവിക കാര്യങ്ങൾ, പുണ്യകാര്യങ്ങളൊക്കെ ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നാൾ ഇതൊക്കെ അയച്ചു തരണം. ഫീസും അയക്കേണ്ടതുണ്ട്. കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനം, പൂജ, വഴിപാടുകളൊക്കെ അമാവാസി ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. നമുക്ക് രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജോമം, യമരാജ പൂജ, 4 മണിക്ക് സർപ്പപൂജ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, അതേപോലെ പുഷ്പാഭിഷേകം, ഭസ്മാഭിഷേകം, ആരതി മുതലായ വിപുലമായ ക്ഷേത്ര ചടങ്ങുകൾ നടത്തി പോരുന്നു. ഇതിലേക്ക് താല്പര്യമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് എന്തായിരുന്നാലും ചിത്രക്കാർക്ക് ഈ തുലാക്കൂറുകാർക്ക് വലിയ നേട്ടം, എന്നാൽ കന്നിക്കൂറുകാർക്ക് ചെറിയ കോട്ടം ഉള്ളത് മാറി കിട്ടുന്നതിന് ശ്രദ്ധിച്ചാൽ മതിയാവും. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.